ഇങ്ങോട്ട് ഞാൻ വിളിക്കണ്ടോന്ന് നോക്കുകയാണ്. മതി വയ്ക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് പോകട്ടോ. നമ്മളെ സാബുമാനും ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോരല്ലേ പോന്ന്. അങ്ങനെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറ്റി ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറ്റിയിട്ടല്ലേ ആ ചെടീൻ്റെ ഉള്ളിൽ കൂടിക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് വേണം പറഞ്ഞാൽ ആ ചെടിയൊക്കെ അവിടെ നിന്ന് കൊത്തണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഇറങ്ങി. അപ്പം നമ്മളെ സാബുമാൻ ഇറങ്ങിയിട്ട് പിന്നെ അപ്പോൾ ശാലിന് അച്ഛനൊക്കെ അങ്ങോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി. അപ്പം ശാലിന് ആ സ്റ്റെപ്പ് മലന്നെ നിൽക്കുമ്പോൾ സാബുവിനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പം സാബുമ്മ ഇറങ്ങി പിന്നെ വേണുവിനോട് അറിയാം, എടാ ഒഴിവുള്ളപ്പോൾ എന്നെ വിളിച്ചോണ്ടി, നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാളാന്നറിയാം സാബു. ആടാ ഇനി അധികം നേരം വെക്കണ്ട. ഇല്ല എന്നറിയാം. അങ്ങനെ പിന്നെ മറ്റാൾ കാറിൻ്റെ ചാവി വേണുവിൻ്റെ കൈ കൊടുത്ത് പാവല്ലേ ഇവിടെ സാബു വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ലല്ലോ ചാവി. വേണുവിൻ്റെ കൈ കൊടുത്ത് അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാ പിടങ്ങി പോയതാ ചെറുപ്പത്തിൽ. അവനൊക്കെ തിരിച്ച് കിട്ടിയ സന്തോഷം അവൻ നന്നായിട്ടുണ്ട് കേട്ടോ സാബുവിന്. അങ്ങനെ സാബു എന്ത് ചെയ്തു മുണ്ടൊക്കെ ഒന്ന് കുടഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വെറും മുണ്ട തന്നെ എടുക്കല്. അപ്പോൾ കുടഞ്ഞ് മടക്കുത്തി ഒരൊറ്റ നടത്തം കൊണ്ട് നടക്കും. അപ്പോൾ ശാലിനി നോക്കുന്നുണ്ടെന്നൊക്കെ അവനറിയാം. കാണാത്ത കാര്യം കൊണ്ട് പോകും. അപ്പോൾ ശാലിനി ഭയങ്കര കടുപ്പം തന്നെ സാധനം വിചാരിക്കും. എന്നിട്ടോൾ നിറഞ്ഞ കണ്ട് കയറി റൂമിലേക്ക് ചവിട്ടി കുത്തി പോകും. അപ്പോൾ ബസ്സേട്ടൻ കൊണ്ട് വന്നിട്ട് സാബു പറയാം എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ അവൻ്റെ വീട്ടിലേക്കല്ല പോകാറിയാം. പോയിക്കോട്ടെ ഞാൻ ചോദിച്ചതാണെന്ന് പറയാം അച്ഛൻ. അപ്പോൾ അവളറിയാം ഏട്ടാ പിന്നെ ഞാൻ വേഗം വെള്ളം ചൂടാക്കി ഏട്ടൊന്ന് നന്നായി കുളിക്കുക, എന്നിട്ട് മൂക്കും കുളിക്കുക. പിന്നെ വെള്ളം ഒന്നും നിറച്ചേക്കാൻ പറ്റിയില്ല എൻ്റെ മോളെ. പിന്നെ എന്താ വെച്ചാൽ അമ്മ രാവിലെ തന്നെ ഓടിയതല്ലേ, ഏട്ടനാണ് അമ്മയ്ക്ക് കുളിക്കാൻ 2 പാത്രം കൊണ്ടുത്തന്നറിയാം. അല്ല നമ്മൾ ബാബു മോൻ പിന്നെ അല്ല വേണുവിൻ്റെ കൂടെയാണല്ലോ പോയത്. അപ്പോൾ വേണുവിനോട് അറിയും, മോനെ എന്തെങ്കിലും മീൻ മേടിച്ച് കൊണ്ടുവരേണ്ടി, പിന്നെ ഞാൻ കടയിലേക്ക് പോകാമേ, ഞാൻ ബാബേട്ടൻ്റെ മീനൊക്കെ മേടിച്ച് കൊടുത്തയക്കാം എന്നൊക്കെ പറയും. അങ്ങനെ ഓനെ അങ്ങോട്ട് പോയാൽ പിന്നെ ശാലിനി ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മുടിയിലൊക്കെ ഒന്ന് മാടി ഒതുക്കി. അമ്മ അറിയും മോളെ അച്ഛൻ കുളിച്ച് കഴിഞ്ഞിട്ട് മോള് കുളിച്ചാൾ കേട്ടോ, അമ്മ വെള്ളമൊക്കെ കൊണ്ടുതരാം, എൻ്റെ മോള് 3 ദിവസം ഉറക്കം കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറയും. ഓളെ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന നന്നായിട്ട് ഉറങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പം പിന്നെ ഓളിങ്ങനെ മുടിയൊക്കെ മടി അങ്ങനെ ഇങ്ങനെ അടുക്കളപ്പുറത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കിട്ടോ. അപ്പോൾ ബക്കറ്റും കുടവും വെള്ളം എടുത്തുകൊണ്ട് വലിയ വട്ടച്ചമ്പിലേക്ക് പറന്ന് ഉഷ പിന്നെ ഒലക്കണ്ണിയൊക്കെ കൊണ്ടുവന്നിട്ട് മുട്ടയ്ക്കുക. അപ്പം ഇടിണ്ടാവും നമ്മളെ സാബുമായി ഒരു തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് ഒരു ചോപ്പ് കൈപ്പാട്ടിയും ബക്കറ്റും കൈപ്പാട്ടിയൊക്കെ ആയിട്ട് ഒരു തോർത്തുണ്ട് തോളിലോട്ട് കിണറ്റുകരയിലേക്ക് ഒരു ബ്രഷും വയലിട്ടിട്ട്, എന്താ വെച്ചാൽ അവൻ ബ്രഷ് ഇല്ലാണ്ട് അവിടെ നിന്ന് പല്ലൊക്കെ തേച്ചത്, ബ്രഷും വയലിട്ടിട്ട്. അപ്പോൾ അങ്ങനെ പല്ല് തേച്ചും കൊണ്ട് വന്നത്. അങ്ങനെ പല്ലൊക്കെ തേച്ച് തുപ്പി. അപ്പം ഇത് കണ്ട പാട ശാലിനി പറയും, അമ്മേ ഞാൻ വെള്ളം നിറച്ചോളാം, അമ്മ വെള്ളം ചൂടാക്കി കഴിഞ്ഞ് ചോറൊക്കെ വെക്കാൻ നോക്കമ്മേ. ഒന്നും വെച്ചില്ലേ മോളെന്ന് ഡിസ്ചാർജ് എല്ലാം വെച്ചിട്ട് വേഗം വന്നത് അമ്മ വന്നിട്ട് വെക്കാൻ, എന്നാൽ അമ്മ ചോറൊക്കെ വെക്കാൻ നോക്കുന്നറിയാം. മോള് കൊണ്ടുവരും, നമുക്ക് ക്ഷീണയില്ല ഞാൻ കൊണ്ടുവന്നോണ്ട് ഒറ്റാളവിടെ ഉണ്ട്. പഠിപ്പിൻ്റെ കുടവും ബക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നമ്മളെ സാബുമ്മ വായൊക്കെ കഴുകി ഒരു ബക്കറ്റ് വെള്ളത്തിൽ വായൊക്കെ കഴുകി ബ്രഷൊക്കെ ആ കിണറ്റിൻകല്ലുമ്മൽ വെച്ച് സോപ്പും പെട്ടി അവിടെ വെച്ച് പിന്നെ കിണറ്റിലേക്ക് ഇങ്ങനെ വെള്ളം ഇടുക. കിണറ്റിലേക്ക് വെള്ളം ഇടില്ല, കിണറ്റിലേക്ക് ബക്കറ്റ് ഇടുമ്പോൾ ഉണ്ടാവും ഇവള് വരുന്നു. ഇവള് വെള്ളം ഉണ്ടായിരുന്നപ്പോൾ മൈൻഡ് ചെയ്യാണ്ട പിന്നെ ബക്കറ്റ് കിണറ്റിലെടുത്ത് കുത്തി 2-4 പ്രാവശ്യമൊക്കെ കുത്തി ഇവളോട് ദേഷ്യമുള്ള മാതിരി നിറഞ്ഞിട്ട് പോവാൻ ഡുമിച്ചിട്ട് കുത്തി നിറച്ച് വെള്ളം മുക്കി ഓൻ്റെ ബക്കറ്റിൽ വയ്ക്കുക. എൻ്റെ ബക്കറ്റ് നിറഞ്ഞപ്പോൾ ഇവളെ എന്ത് ചെയ്യും, ഓളെ ചെപ്പടും ബക്കറ്റ് അങ്ങോട്ട് നീക്കിച്ച് കൊടുക്കുക. അപ്പോൾ സാബു ഓൻ്റെ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, ഒരു ബക്കറ്റും കൂടി വെള്ളം കഴിയുമ്പോൾ സമാധാനമായി. സാബു എന്തായാലും എനിക്ക് നിറച്ച് ഒരു സാബുവിന് സങ്കടമാണ്, ഞാൻ വെള്ളം മുക്കിയിടൊക്കെ ആലോചിച്ചിട്ട്. അവൾ സന്തോഷമായിട്ട് ഓളെന്ത് ചെയ്യുന്നറിയാം, അവൾ താഴത്ത് നിൽക്കുക. അപ്പം ഇങ്ങനെ ചുറ്റിലും പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെ കിണർത്തടം കെട്ടിയാണല്ലോ, ആ കിണർത്തടത്തിലേക്ക് ഇവൾ കയറിക്കും, സാബുവിൻ്റെ എത്തായിട്ട് കയറിക്കും. പിന്നെ വെള്ളം അങ്ങോട്ട് കോരി ഇങ്ങനെ പൊന്തി പടണം. ബക്കറ്റ് എടുത്തങ്ങാണ്ട് ആ കോരണ ബക്കറ്റും വെള്ളം സ്രോ ചോൻ്റെ തലയിലേക്ക് അങ്ങോട്ട് വയ്ക്കും. പെണ്ണിൻ്റെ മേലെ വേഗം മാറിക്കും. പിന്നെ ഓനൊരു ബക്കറ്റും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് അപ്പോൾ എന്ത് ചെയ്യും, വേഗം അങ്ങോട്ട് മാറിക്കൊക്കെ മനസ്സിലായി അത് ഓൻ്റെ മേലെ വയ്ക്കുകയാണ്. ഇതൊക്കെ എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ മേലും കൂടി ആക്കിയാണ് എന്നൊക്കെ മനസ്സിലാവട്ടെ. അങ്ങനെ ഓൻ്റെ ഈ ബക്കറ്റ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് എടുക്കും. സോപ്പ് എടുത്ത്
മേലെ കത്തിക്കേക്ക്. അപ്പോൾ ആ ബക്കറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ വെള്ളം കോരിക്കിട്ടും. അപ്പം അവൻ കൈപ്പാട്ടും വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് സോപ്പ് പീച്ചിട്ട് ഇങ്ങനെ ഓളം മേലേക്കൊക്കെ തെറിപ്പിച്ചും കണ്ട് തിരിക്കും. ഓളം മുഖത്തൊക്കെ പതിക്കാവും. അപ്പോൾ ഒക്കെ ഒന്നും തോന്നൂല കേട്ടോ. വിളിക്കും സാരമില്ല, ചെക്കൻ പ്രാന്തളങ്ങിയതാണ്. ഞാൻ ആ പറഞ്ഞതിൻ്റെ പിന്നെ അരക്കിറുക്കാണ്. സാരമില്ല, സഭല്ലേ എന്ന് വെച്ചുകൊണ്ട് ഓള് അങ്ങനെ ചെപ്പിടും വെള്ളമൊക്കെ നിറച്ച് 3 പ്രാവശ്യം ഓള് കൊണ്ടുപോയി പാരും, നിറയ്ക്കും കൊണ്ടുപോയി പാരും. 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേന് ഇവൻ്റെ ബക്കറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നറിയാം, പിന്നെ ശാലിനി ചെപ്പെടുത്തിൽ വെള്ളം നിറച്ചിട്ട് ആ ചെപ്പട വെള്ളം എടുത്തതായിട്ട് അവരെ വേല കെട്ട് വെച്ച് എന്നിട്ട് എന്ത് ചെയ്യും, ആ ബക്കറ്റിലൊരു പകുതി ആയിണ്ടാവും ബക്കറ്റ് വെള്ളം. അതിലെന്ത് ചെയ്യും ഓ കൊണ്ടാകുന്ന തോർത്തുണ്ടാവും, അതങ്ങോട്ട് എടുത്തിട്ട് അടിയത്തെ തോർത്തയച്ച് നല്ല കുത്തി അങ്ങോട്ട് ഒലുമ്പി ഓളം മുക്കിച്ച വെള്ളത്തിലെ എന്നിട്ട് പിഴിഞ്ഞോളം അവൻ്റെ തലയൊക്കെ അങ്ങോട്ട് നല്ല തോർത്തി. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എന്ത് ചെയ്യും ഇങ്ങനെ മുക്കി വന്നാണ്. അപ്പോൾ ചെപ്പെടുത്തിൽ വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ചെപ്പട് വെള്ളം എടുത്ത് അവൻ്റെ ചെരുപ്പും കേക്ക് അതിട്ട് അവനൊരൊറ്റ പോക്ക അങ്ങോട്ട് പോകും. അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ അത് തോർത്തിട്ട് മുടിക്കൊന്ന് ഇങ്ങനെ ആക്കി കണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ വിചാരിക്കും എന്തോ ഒരു ചെക്കൻ, ഒന്നും പറയാൻ പറ്റില്ല സാധനത്തിനോട്. ഇതിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നന്നായി കരുതി തന്നെ ഞാൻ പോണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് കേട്ടോള്. പിന്നെ 3ാമത്തെ ബക്കറ്റ് 4ാമത്തേന് വന്നപ്പോൾ എങ്ങനെയൊക്കെയോ പിന്നെ അര ബക്കറ്റ് ഒരു ചെപ്പോട് വെക്കി ഓൾ അവിടെ കൊണ്ടുവച്ച് കുഴങ്ങി. പിന്നെ ഓള് പോയില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ കുളിച്ച് വന്ന് പിന്നെ ശാലിനി കുളിക്കാൻ പോയി. അപ്പോഴേക്കും ഉണ്ടാവും വീണ് എന്നെ വന്നേക്കണേ. പിന്നെ അല്ല, ശാലിനി കുളിച്ച് വന്ന് പിന്നെ അമ്മ ഞാൻ ഇത്തിരി കിടക്കട്ടെ, അച്ഛൻ കട ഞാൻ ഇത്തിരി കിടക്കട്ടെ മോളെ, ഇത്തിരി വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് കിടക്കടേ, കുളിച്ച പാടന്നെ അങ്ങനെ കിടക്കാൻ പറ്റൂല. പിന്നെ അച്ഛനതാ കാപ്പി വെച്ചിട്ട് ഞാൻ കാപ്പിന് കുടിക്കും, ഞാൻ വെറും വെള്ളം കുടിച്ചോളാം. ഇറങ്ങേണ്ട ഓൾ ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ച് പിന്നെ ഒരു കഷ്ണം ബിസ്ക്കറ്റും എടുത്ത് തിന്ന് ഓൾ പോയി കണ്ട് കിടക്കും. അങ്ങനെ നമ്മളെ വീണ് എന്നേക്കും പിന്നെ സൈക്കിൾ മുള്ളിൽ പറന്ന് വന്ന് അവിടെ നിർത്തി പിന്നെ അമ്മേളിച്ചും കൊണ്ട് വരുന്നിട്ടോ. എൻ്റെ മോന് ഭയങ്കര സന്തോഷമാണ്. ഇത്ര സന്തോഷമായിട്ടാണ് ഇപ്പം കുറേ കണ്ടിട്ട്. പിന്നെ സന്തോഷത്തോടെ വന്ന് എൻ്റെ മോനെ പിന്നെ അപ്പോൾ പറയും എന്താ മീൻ കിട്ടി മോനെന്തേ പോകുന്നത്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടൻ പോകണമല്ലേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഈ പൊയ്ക്കോ, ഈ അമ്മനെ എന്തേ സഹായിച്ചൊക്കെ കൊടുത്താൽ ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കിങ്ങനെ അടക്കളപ്പണിയൊന്നും വശല്ലിടാ. അപ്പോൾ പിന്നെ എന്താ മീൻ കൊണ്ടുവന്ന് ഒരു വലിയ ഏട്ട എന്നെ വാങ്ങി മുറിപ്പിച്ചമ്മ മുട്ടയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ കവറോട് കൂടി എൻ്റെ അമ്മ തന്നെ. ഇതെന്താ ഇത് കുറച്ച് ബീഫും വാങ്ങിയമ്മേ. ആണോ പിന്നെ ഇതെന്തിനാ മോനെ അമ്മേ ഇപ്പൊക്ക് സാപ്പൂനെ ചോറുന്നാ വിളിക്കുന്നത്, കുറച്ച് പയറും ഉപ്പേരിക്കുള്ള പയറും പപ്പടം ഇവിടെ ഉണ്ടമ്മേ. ആ പപ്പടം ഇവിടെ ഉണ്ട് മോനെ. ആ നമുക്ക് ചോറൊക്കെ വെച്ചോന്നെ വിളിക്കാമ്മേ. ഓ എത്ര അച്ഛന് ചോറും കറിയും എല്ലാം അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. പൈസ ഒന്നും വാങ്ങിയില്ല. അതിന് ഓൻ്റെ വീട്ടിലിപ്പോൾ നല്ല കറിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല ഓൻ്റെ അമ്മ. അപ്പോൾ പറയും പിന്നെ ആ മോനെ അത് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ സഹായിച്ചരാം അമ്മേനെന്ന് പറഞ്ഞ് അവൻ തേങ്ങയൊക്കെ ചിലവി കൊടുത്ത് അപ്പം പിന്നെ പോത്തിറച്ചി നല്ല വറുത്തരച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് അച്ഛന് ഇഷ്ടമാണ് ഏട്ട. പിന്നെ ബീഫും അച്ഛന് ഇഷ്ടം. കറി വെച്ച് പിന്നെ ഏട്ട മുളകിട്ട് പിന്നെ പയറൊക്കെ അവൻ അരിഞ്ഞു കൊടുത്ത് എല്ലാം സഹായിച്ചു കൊടുത്ത് അമ്മൻ്റെ കൂടെ നിന്ന് സഹായിച്ചു കൊടുത്ത് പിന്നെ നമ്മളെ ഇതാണ് ചിമ്മിനി സ്റ്റവ് ഉണ്ടായിരിക്കുന്നത് അതൊക്കെ കത്തിച്ചിട്ടായിരിക്കും ഉപ്പേരിയും പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ ആയപ്പോൾ പറയും അമ്മേ ഞാൻ സൗനെ വിളിച്ചുകൊണ്ട് വരട്ടാറ്. അപ്പോൾ പിന്നെ അമ്മ അറിയാം ആ മോനെ വിളിച്ചുകൊണ്ട് വരാറ്. അങ്ങനെ ആത്തേക്ക് വന്നേട്ടാ നീക്കി എന്നറിയാം. അപ്പം അച്ഛൻ ഉറങ്ങി നല്ലത് മുറുത്തിറങ്ങിണ്ടാവും കേട്ടോ. കുറേ സമയമില്ലേ. അപ്പം ചോറ് കഴിക്കുക. പിന്നെ വീണു സാബുനെ വിളിക്കാൻ പോയിക്കണി ചോറുന്ന. ആണോ എന്ത് തടി കറി അവർ ഏട്ട വാങ്ങിയിട്ടുണ്ട് ഏട്ടാ. ആ പിന്നെ ഏട്ടമുട്ട അത് ആ പിന്നെ കവറൊക്കെ പൊട്ടിച്ച് ഒറ്റക്കാക്കി കഴുകി പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കുഴച്ചിട്ടോ ചീഞ്ചട്ടിയിലിട്ട് മൂടി വെച്ച് പൊരിക്കണൊക്കെ ഉണ്ട്. അമ്മ പറയും മോനെ മുട്ടയ്ക്ക് പൊട്ടി തെറിക്കരുതിട്ടോ ഇല്ല അമ്മ ഞാൻ മൂടി വെച്ചിക്കണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയും മോനും നല്ലൊരു സന്തോഷത്തോടു കൂടി അതൊക്കെ വെക്കണം കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ വാസേട്ടനൊരു വയ്യായി ഒക്കെ വന്നില്ല. പക്ഷെ എന്താ വയ്യായി എന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ എപ്പോഴും അച്ഛൻ ഓരോ കാര്യത്തിലും അമ്മനെ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഇനി അമ്മയ്ക്കതൊരു വിഷമമൊക്കെ ആവൂലേ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമുക്കങ്ങനെ ചിന്തിക്കാം. അങ്ങനെ പിന്നെ
വേണു പോയിണ്ട് സാബുനെ വിളിക്കുക. അപ്പം എന്താ കണ്ടെന്ന് വെച്ചാൽ പറയാം, ഒരു ഏട്ട വലിയ ഏട്ടനെ മുറിപ്പിച്ച് കൊണ്ടുവന്നിക്കണ ഏട്ടാ, പിന്നെ കുറച്ച് പോത്തും കൊണ്ടുവന്ന് ഞാൻ വറുത്തരച്ച് കറി വെച്ച് ആണ്. ഇത്ര പെട്ടെന്നൊക്കെ ആയോ? ഒക്കെ എൻ്റെ മോൻ തേങ്ങ ചെറുകി തന്നെ, ഉള്ളി നന്നാക്കി തന്നെ, എല്ലാം ഉരുളക്കിഴങ്ങ് നന്നാക്കി തന്നെ, എല്ലാം എൻ്റെ മോൻ ചെയ്തു തന്നെ ഏട്ടാ. ഇത്ര പെട്ടെന്നായത്. പിന്നെ ഏട്ടമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് തന്നെയാണ് പൊരിച്ചൊക്കെ വെച്ചിരിക്കണം. ആണോ? നന്നായി. ഇന്ന് സാബുവിനെ വിളിച്ചാൽ നന്നായി. പിന്നെ ഇവളെ വിളിക്കണ്ടേ? അപ്പോൾ ഓളെ വിളിച്ചോളെ ഇറക്കി ഇപ്പം വേണ്ടായിരുന്നു കണ്ടു. ഓളെ ഉറക്കപ്പുരാൻ്റെ ഓളെ അങ്ങോട്ട് തിരിഞ്ഞ് അച്ഛൻ നീച്ചപ്പോൾ ആ സ്ഥലത്തേക്കും കൂടി ഓള് കാലിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. അപ്പം പറയാം ഓള് ഉഷാറി, ഓള് ഉറക്ക് ചടവിൽ നീക്കൂല ഏട്ടാ, ഓൾക്ക് ഉറക്കത്ത് വിളിച്ച ഒരു പ്രാന്താണ്. അപ്പോൾ ഏട്ടൻ വാ നമുക്ക് കഴിക്കാറ്. അങ്ങനെ വാസേട്ടൻ വന്ന് കുലായി പോയിരിക്കും. അങ്ങനെ ഇവള് ചോറൊക്കെ ഡവറയിൽ വരുന്നു. വിളമ്പുമ്പത്തിന് സാബുവിനെ വിളിക്കാൻ പാടില്ല. അപ്പോൾ സാബുവിനെ വിളിക്കും. സാബു നല്ല ഉറക്കം ഉറങ്ങിക്കിട്ടെ ചായ കുടിച്ചിട്ട് അവർ പിന്നെ ചന്തളിച്ച് സാബു ഇട വെച്ച് പറയും, അതാ മുന്നേ കിടന്നുറങ്ങണമെന്ന് പറയാം. അപ്പോൾ അവൻ്റെ കറക്റ്റ് നിൽക്കടാ എന്തേ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞോ? അല്ലടാ ചോറുന്ന വേണ്ടടാ, ഞാൻ ഇവിടുന്ന് ചോറുന്നുണ്ട്, അമ്മ ചോറും കറിയൊക്കെ അവിടെ വെച്ചിരുന്നത്. പിന്നെ അപ്പോൾ അമ്മ വാതിൽക്കൽ കറുത്ത ഇങ്ങനെ നീക്കി ഇങ്ങനെ നിൽക്കണ്ടാവട്ടോ. പിന്നെ അല്ലടാ ഈ വാടാ എന്നെ കാത്തുക്കണ്ട അച്ഛൻ ചോറുന്ന. അപ്പോൾ അല്ല ഞാൻ ഇവിടുന്ന് കഴിച്ചത്. സാബു എന്താ വേണമെങ്കിൽ പോടാ. അപ്പോൾ എടാ പിന്നെ ഞാൻ അവിടെ ബീഫും ഏട്ടയും ഒക്കെ വാങ്ങിയിട്ടുണ്ടടാ. ആണോ? അമ്മ ഇവിടെ എന്താ കറി? ഇവിടെ മത്തി മുളകിട്ടിരിക്കണ മോനെ, പിന്നെ പരിപ്പ് കറിയുണ്ട്. എന്നാ ഞാൻ വേണുവിൻ്റെ കൂടെ പോയി ചോറുന്നാ. ഏടി എനിക്ക് അവിടെ വന്ന് ചോറുന്നാനൊക്കെ മടിയടാ. ഓൻ തിന്നിട്ടുണ്ട് മോട്ടൻ്റെ കൂടെ പോയിട്ട്. അപ്പം ഇപ്പോൾ മോട്ടെ പിന്നെ ക്ലാസ്സിനൊന്നും അന്ന് പോയില്ലേ ഇനിട്ടാ. കാറും അച്ഛനൊക്കെ വരുന്നതൊക്കെ അങ്ങനെ കാറും ഇഞ്ഞി ഒക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ രണ്ടാളും കൂടി വരുമ്പോൾ മോൻറ്റുണ്ടാവും ഓൻ്റെ സൈക്കിളൊക്കെ തുടക്കേക്കും. സാബട്ടാ നമ്മളിവിടെ ഓനും കുറച്ച് സഹായിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടോ. നമ്മളിങ്ങനെ വിരുന്നൊക്കെ ഒരുക്കിങ്ങനെ സാവേട്ടന് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി. ഞാൻ ഇവിടുത്തെ വിരുന്നുകാരനായിപ്പോയടാ. അപ്പോഴൊക്കെ എന്താടാ എന്ന് പറഞ്ഞു കേട്ടോ. അവരെ പിടിച്ചിങ്ങോട്ട് പൊന്തിച്ച് കണ്ട് ആ കുലായിലേക്ക് കയറ്റി വെക്കും. നടന്നോടെന്ന് പറയും. അങ്ങനെ വേണുവിൻ്റെ വയ്യ വേനും പോവും. അപ്പോൾ പിന്നെ പടാറി. അപ്പോൾ അടക്കളയിലേക്ക് ഓൻ വിളിക്കിട്ട് വേണു. അപ്പോൾ ഓൻ പോവും. ചേച്ചി എന്തൊക്കെയാ വിഭവങ്ങൾ എന്നറിയും വയലിനവിടെ. അപ്പടി പറയും, മോനെ അവിടെ ഏട്ട മുളകിട്ടതും പോത്ത് പിന്നെ ബിഫർച്ചി ഇവിടെ വറുത്തരിച്ച് വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ തുറന്നു നോക്കും. തുറന്നു നോക്കിയിട്ട് ചീഞ്ചട്ടി മുടി വെച്ചങ്ങനെ പൊന്നിച്ച് കൈ പൊള്ളും. എന്താ ഏട്ടമുട്ടം പൊരിച്ചതോ? എടാ ഈ ഏട്ടല്ല ധരി പൊരിച്ച അതൊക്കെ ഓൻ പൊരിച്ചതാണോ? അപ്പം ഇന്ന് എൻ്റെ മോൻ സഹായിച്ചെന്ന് സാബു. എൻ്റെ ഏട്ടൻ എനിക്ക് എങ്ങനെ സഹായിച്ചെന്ന് അതുപോലെ തന്നെ എൻ്റെ വേണുമോ സഹായിച്ചെന്ന്. ആദ്യമൊക്കെ ഒരു സഹായിക്കലുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടെ വർക്കിനൊക്കെ പോകാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഈ സഹായങ്ങളൊക്കെ നിന്നു. അവർക്ക് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ അതെടുത്തുനിന്നോ ബീഫ് കറി പിന്നെ ടേസ്റ്റൊക്കെ ഒക്കെ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സാബുവിൻ്റെ ഒച്ച കേട്ട പാടാൻ നമുക്കൊരു അശരീതി പോലെ സാബുവിൻ്റെ ഒച്ച അവളപ്പടി ഉറക്കത്തുനിന്ന് ചാടി നീച്ച് മുടിയൊക്കെ കൊണ്ടൊക്കെ കെട്ടിങ്ങാണ്ട് അടുക്കള വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പം ചോദിക്കുക പിന്നെ ഇതൊക്കെ ടേസ്റ്റൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് ചോദിക്കും, ഉഷേച്ചി നിങ്ങളൊരു പെൺപിള്ള ഉണ്ടേനില്ല, അതെവിടെ പോയി? ഓള് കിടന്നുറങ്ങുക. അതിനെ കൊണ്ട് പിന്നെ ഉറങ്ങാനല്ലേ പറ്റുള്ളൂ. നിറഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ പടന്നുണ്ടോ ഓള് വാതിൽക്കിളിക്കണ്. വൈദ്യ ചെയ്യില്ല. പറയും എടാ ഇത് പൊരിച്ച നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചിഞ്ചട്ടിന്ന് പിന്നെ എടുത്തുന്നു വേണു എടുത്തുന്നു. അപ്പടി പറയും പിള്ളേറിയ മുള എണീച്ചോന്നാ ഇന്നെ കറിക്ക് എന്നിട്ട് അവരയിലൊക്കെ ആക്കിക്കോ പറയും. അപ്പോൾ വേണു പറയും ഇതൊക്കെ വെച്ച് എനിക്ക് അറിഞ്ഞു തുടങ്ങിയിട്ട് അവരയിലൊക്കെ ഓള് വെക്കട്ട. ഓൾ അവിടെ ഇരുന്നോട്ടെ. ഓള് കിടന്നുറങ്ങിയിലിരുന്നിട്ട് അവരെടുത്തോണ്ട് കറിക്കാക്കി. ഇവരെല്ലാവരും നല്ല ടേസ്റ്റും പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ചിരിയോടെ കളിയോടെ കൂട്ടി പിന്നെ ഭക്ഷണമൊക്കെ വയ്ക്കുമ്പോൾ അവൻ ചോദിക്കും, എടാ വേണു ഇനി എന്താ ഇന്നത്തെ പരിപാടി? ഇനിയിപ്പോൾ എന്താ പിന്നെ ഉച്ചയ്ക്ക് കല്യാണം വിളിയൊക്കെ കഴിഞ്ഞോ? കല്യാണം വിളിയൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ പിന്നെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ ഓരൊക്കൊന്ന് വിളിക്കാണ്ടേനി മോനെ. വാസേട്ടൻ പറഞ്ഞു നമുക്ക് പോയി വിളിക്കാന്നൊക്കെ. അതിനെന്താ ഞാനും വീട് ഇപ്പോൾ പോവും. ആരെ വീടാണത്? പിന്നെ എൻ്റെ അമ്മേൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ മോനും ഭാര്യയും മോളും ഉള്ളു അവിടെയെന്ന് പറയും. എന്നാൽ ഓരോ കൂടെ കൂട്ടിക്കൊണ്ടുവന്നാളാ. വാസേട്ടാ അതേതാ മോള്? നമ്മൾ പറഞ്ഞ അന്ന് വാസേട്ടൻ പറഞ്ഞ നന്ദിനിയാണോന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ഭയങ്കര ഓർമ്മപ്പെട്ട അടുക്കല്ല ഓർമ്മയിട്ടില്ല. ഇന്ന് വേണോ മുമ്പൊക്കെ പോയി കണ്ട് ഓരോ കാറിലിട്ട് കൊണ്ടുവരാന്ന് പറയും. അപ്പോൾ വേണ പറയും എന്നാലേ ഈ വീട് കല്യാണപ്പരിയാണെന്ന് തോന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ വേണ പറയും ശരി ഇനി അമ്മേ എന്നാൽ എനിക്ക് പോണ വയ്ക്കടാ, കുറച്ച് ദൂരല്ലേ ലോങ്ങാടാ, പിന്നെ ആളില്ലാത്ത ബൈക്കൂടെ എനിക്ക് ഡ്രൈവിങ് ഞാൻ സെറ്റാക്കി തരണ്ടെന്ന് പറയുക. അതിൽ വേണം സന്തോഷം. എന്നാൽ ശരി ഓരൊക്കെ കൂട്ടിയിട്ട് വരാം
ഒരു വലിയ മുന്നേ പിന്നെ നമ്മൾ കൂട്ടിയിട്ട് വരും. അപ്പോൾ ഇവള് പറയണാണ്, പിന്നെ ഏട്ടാ നന്ദിനീനെയും ഗിന്ദിനീനെയും ഓരോന്നും ഇപ്പോഴേ വിളിക്കേണ്ട, ഒരു 2 ദിവസം മുന്നേ വന്നാൽ ഇവിടെ കിടക്കാനൊന്നും സ്ഥലമില്ല, എനിക്ക് പിന്നെ വയ്യട്ടോ, നിലത്തൊന്നും കിടക്കുക, ഓളെ പുറത്തെ കട്ടുമ്പില കിടക്കുക, പുതിയ അത് കട്ടുമ്പിലുണ്ടല്ലോ. അപ്പടി ഇവൻ പറയാം, വിശേഷിച്ചാ കല്യാണപ്പുരയാണ്, വിരുന്ന് വന്നവരെ അകത്ത് കിടത്തിയിട്ട് ഇങ്ങനെ സ്ഥലമില്ലെങ്കിൽ ഈ ഡൈനിയാളിലൊക്കെ പായ മുണ്ടൊക്കെ വിരിച്ച് കിടന്നുകൊണ്ട് ഇവിടെ ഉള്ളവർ കല്യാണപ്പുരയാകുമ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, വിളിക്കണ്ട പറയണ്ടെന്നൊക്കെ ഇവിടെ ഉള്ള കുട്ടികൾ പറയും. പക്ഷേങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്. പിന്നെ വീണോ നമുക്ക് പോയി വിളിക്കുക, ആടാ നമുക്ക് പോയി വിളിക്കുക, ഓള് പറയുന്ന അറിയുള്ളൂ, ഓളിപ്പോൾ മൂക്ക് മുട്ട കിടന്നുറങ്ങേന്, ആസ്പത്രിയിൽ നിന്ന് ഉറങ്ങില്ലേ, ആസ്പത്രിയിൽ നിന്ന് ഉറങ്ങില്ലെന്നോ, വസരണങ്ങൾ മുന്നേ കിടന്നുറങ്ങലാണ് അറിയാം. അപ്പോൾ അവക്കില്ലേ സാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ പോലെ അങ്ങനെ ഇവര് കുറേ പരിഹസിക്കുന്നവർ പരിഹസിച്ച് ചിരിച്ച് കളിച്ചപ്പോൾ എൻ്റെ ഓൻ വന്ന് നോക്കാം, പരിഹസിച്ച് ചിരിച്ച് കളിച്ച് അവൾക്ക് വീണേട്ടനോട് അസൂയാവും. കാരണം ചിലപ്പോൾ വീണേട്ടനായിട്ട് മിണ്ടിയപ്പോഴത്തേക്ക് സാബുവിന് എന്തോ ഒരു കളിപ്പായിക്കണ്, പിന്നെ വേണ്ടാണ്ടയക്കണെന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ തോന്നട്ടോ. അങ്ങനെ ഇവർ മാറ്റി പിടിച്ച് അവർ പോവും കേട്ടാ, ഓളെ വിളിക്കാം. അപ്പം ശാലിനിക്ക് എന്തെന്നില്ലാത്ത സങ്കടമൊക്കെ വരികയാണ്. ഇനിയിപ്പോൾ ആ പെണ്ണിനങ്ങോട്ട് എഴുന്നള്ളിച്ച് വരുമെന്ന് ആർക്കറിയാം. ഞാൻ നന്ദിനി എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണെന്തോ അങ്ങനെ തിളങ്ങിയത്. പെണ്ണുങ്ങളെ മുതൂക്കാത്ത ചെക്കനാണ്. ഇപ്പം പെണ്ണുങ്ങളെ പേരൊക്കെ പറയുമ്പോൾ എന്ത് ഇതിലാണ് പറയണത് ചെക്കൻ ഒക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കും, ഇങ്ങനെ കിർക്കളക. അങ്ങനെ അവർ പോണപ്പോക്കിന് പിന്നെ ആ റൂട്ട് മാറി അവിടേക്ക് ആയപ്പോൾ കുറച്ച് ആളില്ലാത്ത വയലോരം പുറത്തെ റോഡാണ്, ആളൊന്നും ഉണ്ടാവില്ല. പറയടേ സാബറേ വണ്ടി നിർത്തി പറയാം, വീണു ഈ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കും. എടാ എനിക്കിതൊന്നും വശമില്ല, ഞാൻ പിടിക്കൂലേ, ഞാൻ പറയൂലേ, ഞാനൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ ഓനും ഇവനും കൂടി ഹെൽപ്പ് ചെയ്തൊക്കെ പറഞ്ഞ് കുറിക്കും പിടിച്ച് കൊണ്ട് കൂട്ടി. അങ്ങനെ സാബുവിൻ്റെ കയ്യിൽ മുക്കാലും കാലും എൻ്റെ കയ്യിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വിധമൊക്കെ ആയപ്പോൾ ഓന് കാർ എന്താ എങ്ങനെ ഓട്ടുക എന്നുള്ളൊരു ഇത് വന്നു. ഇങ്ങനെ കാട് ഇതിൻ്റെ സിസ്റ്റം എന്നുള്ളത് അവന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞ് അവിടേക്ക് ഇനി ആ വഴി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് തിരക്കുള്ള റൂട്ടിലേക്ക് കയറണം. അപ്പോൾ അവിടെ എത്തി പറയും, എന്നാൽ ഇനി പിന്നെ സാബു കയറിക്കാറ് എന്നെ സാബു പറയടാ, രാത്രി നമുക്ക് ആരുമില്ലാത്ത സമയത്ത് രാത്രിയായിട്ട് ബസ്സൊക്കെ നിന്ന് നമുക്ക് പോയി സെറ്റാക്കാന്നറിയും. വേണ്ട ഈ വേഗം പഠിക്കും, ഇപ്പം തന്നെ ഈ ഏകദേശം കണക്ക് മനസ്സിലായില്ലൊക്കെ പറയാം. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി, എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്ക് വല്യമ്മൻ്റെ മുറ്റത്ത് കുറച്ച് പ്രായമായ ആളാണ്. അവന് ഉഷേച്ചീൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ്. ഉഷേച്ചിൻ്റെ അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പോൾ മോനുട്ടാ വേണുവിനെ വിളിക്കേണ്ട മോനുട്ടാ എന്താ കല്യാണമൊക്കെ ആയിട്ട് വന്നാല്. അപ്പോൾ സാബറി കല്യാണമായിട്ട് വലിയമ്മനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന. അയ്യോ ഞങ്ങൾ വന്നുകൊണ്ട് മക്കളെ 2 ദിവസം മുന്നേ ഇപ്പം വന്നാൽ പോരാ, 2 ദിവസം മുന്നേ ഒന്ന് വന്നാൽ പോരാ. സാബ് പറയാ, അവിടെ ആരാ കല്യാണപ്പോരയില്, നിങ്ങളല്ലേ ചേച്ചിക്ക് അമ്മയായിട്ടുള്ളത്, പിന്നെ ചെക്കൻ്റെ അമ്മമ്മൻ്റെ സാധനം നിങ്ങൾക്കല്ലേ, നിങ്ങളല്ലേ വേണ്ടത്. അതായിക്കോട്ടെ മോനെ. അവർ പിന്നെ അതുമല്ല ഉഷേച്ചി കുറച്ച് വിഷമത്തിൽ, എന്തേ എൻ്റെ മക്ക എന്താ പറ്റിയേ. അവർ വാസേട്ടന് ഇങ്ങനെ പെട്ടെന്ന് വയ്യാതെയായി ഹോസ്പിറ്റലൊക്കെ ഇനി എന്താ പറ്റിയത്. അവർ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ വേച്ചാറ്. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും ചെന്നൊരു സന്തോഷമൊക്കെ ആവും വാസേട്ടനൊക്കെ. അപ്പോൾ ഒരു കല്യാണ സമയത്ത് ഇങ്ങനെയൊക്കെ വന്നില്ലേ, അപ്പം നിങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഒച്ചയൊക്കെ ആകുമ്പോൾ പിന്നെ മൂപ്പര് ഹാപ്പി ആവില്ല. ആ ശരിയാണ്, പിന്നെ നിങ്ങളെ മരോളൊക്കെ എടുത്ത് മരോളോളെ അങ്ങ് പോയതാ. അയ്യോ ഇനിയിപ്പോൾ എന്നാ വരും, അതപ്പടി എടുത്ത മോനെ കാൽനട പോയതപ്പോൾ വരുള്ളൂ. ഓളോളെ അമ്മേൻ്റെ അടുത്ത് പോയതപ്പോൾ എന്തോ ഒരു കാര്യത്തിന് പോയതപ്പോൾ വരും. പിന്നെ കല്യാണത്തിൻ്റെ ഇതിലൊക്കെയാണ്, ഞങ്ങൾ ഒരുക്കത്തിലൊക്കെയാണ് പറയും. അപ്പടി ഉണ്ടാവും നമ്മളെ നന്ദിനിക്കുട്ടി ഓടി കിണിങ്ങി കാലുമേൽ കിണിങ്ങനെ പാസാരൊക്കെ ഇട്ടിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട. നന്ദിനിക്കുട്ടി നല്ല സുന്ദരി മോളാട്ടാ, കുറച്ച് തടിയൊക്കെ ആയിട്ട് അരക്കെട്ട് നിറച്ച് മുടിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ പെൺകുട്ടി. അപ്പോൾ ഓടി കയറും. അവർ ഇവളേതാ സഭയ്ക്ക്, ഇവളേതാ ഇവിടെ ഉള്ളതാണോ നോക്കി. ആ മോനെ എൻ്റെ മോൻ്റെ മോളാണ്, പിന്നെ മോനെ അറിയില്ലേ. അപ്പം ഇവനെ അറിയില്ലേ നോക്കി. ഓ ഓനെ അറിയാലോ അവനറിയാം. അപ്പോൾ വേണിങ്ങനെ ചിരിക്കിട്ടോ, അവരെപ്പോഴെങ്കിലൊക്കെ വരുന്നതല്ലേ. പിന്നെ അങ്ങനെ ഇവർ പിന്നെ ഓളങ്ങോട്ടേക്ക് അത്തേക്ക് പോയാൽ വലിയമ്മച്ചി അങ്ങോട്ടേക്ക് അത്തേക്ക് പോകും. അപ്പം ഉണ്ടാവും ഇവരെ ഏച്ചി വരുന്നത്. ഏച്ചി വന്നാൽ ഏച്ചി ഞങ്ങൾ അപ്പോൾ പറയും, അമ്മ പറയും, മോളെ എങ്ങനെയാണോലോ വാസുവിന് വയ്യോലോ, നമ്മളെ കാത്ത് കാറായിട്ടാണല്ലോ അവർ വന്നത്. അതൊക്കെ പറയുന്നുണ്ട്, കാറായിട്ടാണല്ലോ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയ്യോ
ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ, കൃഷ്ണൻകുട്ടിയുടെ 3:30 മക്കളെ വരെ. ഏട്ടനോട് പറയാണ്ടൊക്കെ എങ്ങനെയാ? അത് സാറില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങൾ ഏട്ടനോടൊക്കെ പറഞ്ഞിട്ട് പോരൊക്കെ പാക്ക് ചെയ്തോളി. അയ്യോ, എന്നാല് ഇവരമ്മയും പിന്നെ മോളും വന്നോട്ടെ, ഞാൻ പിന്നെ വരാം. അത് പറഞ്ഞാൽ ശരിയാവില്ല ചേച്ചി. സാബു അതൊക്കെ പറയാം, അത് പറഞ്ഞാൽ ശരിയാവില്ല ചേച്ചി. ഒരു കല്യാണ വീടല്ലേ, മൂപ്പർക്ക് വയ്യാണ്ടേ, മൂപ്പർക്ക് വിഷമാണ്. ഈ അമ്മ വന്നാൽ അവിടെ നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും ഞങ്ങൾക്കല്ലേ, നിങ്ങളൊരു കുടുംബമല്ലേ അവർക്കുള്ളൂ. ആ മോനെ കൃഷ്ണകുട്ടിയുടെ വന്നാൽ ഞാൻ വരാം, ആയിക്കോട്ടെ. അപ്പോൾ വേണു വിചാരിക്കും ഞാൻ പറയേണ്ടൊക്കെ സാബു പറയുന്നത്. അങ്ങനെ ഒരകത്തേക്ക് പോയ പെണ്ണ് വന്നുകൊണ്ട് ഇവരെ പുറത്ത് വെക്കും. അപ്പോൾ പിന്നെ പുറത്ത് വെക്കും കണ്ടിട്ട് അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ വേണുവിനോട് സാബു പറയും, എടാ ആ പെണ്ണ എങ്ങനെ സൂപ്പറാണല്ലോ. അപ്പോൾ സാബു വയ്ക്കും, അല്ല വേണു വയ്ക്കും, സാബുവാണ് ചോദിക്കട്ടാ പറയാം. അപ്പോൾ വേണിക്കും എന്തേ സാബുന് ഓള് സൂപ്പറാന്നൊക്കെ പറയാ. പറയാ ഒന്നുമില്ലടാ, അനക്ക് നല്ല മേച്ചാണ്, അതാണ്. എനിക്ക് മേച്ചോ? ആ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല? ആ നമ്മളൊക്കെ ആരാ ഇഷ്ടപ്പെടുക? അന്നെന്താ ഇഷ്ടപ്പെടുന്നേ? നമുക്ക് സെറ്റാക്കി കളറാ, ഇപ്പം മതി എനിക്ക് നടക്കും. വേണം ഇങ്ങനെ തന്നെ ആയിപ്പോവേ. എടാ ഉണ്ടല്ലടാ, ഒന്നും പറയില്ല ഇവിടുന്ന്. അപ്പോൾ പറയണേ ഇതിനെ സെറ്റാക്കിയാൽ പിന്നെ ഏട്ടൻ്റെ കല്യാണം നീയല്ലേ, പിന്നെ മോനത്തിൻ്റെ കാര്യം ഇപ്പോഴൊന്നും ചിന്തിക്കണ്ടല്ലോ, പിന്നെ നിങ്ങളാരും ചിന്തിക്കേണ്ട, അവൻ തന്നെ കണ്ടെത്തിക്കോളും എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും സാബുന് പെണ്ണൊന്നും വേണ്ടേ? പെണ്ണൊക്കെ കെട്ട സമയമാവട്ടെ, സമയമാകുമ്പോൾ കിട്ടും എന്നറിയാം. അങ്ങനെ ഈ പെണ്ണ് രണ്ടാമതുണ്ടാവും ചായയും. അങ്ങനെ ഇവരെ കാത്തു മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ഒരു മതിലുണ്ടാവും. പിന്നെ അതിലൂടെ പോണ വഴി വലിയ തൊടിക്കാര മതിലാണ്, വെറുതല്ല. അവിടെ അങ്ങനെ കയറിയിരിക്കും. പിന്നെ കയറിയിരുന്നാൽ പിന്നെ ഇവിടെ വിളിക്കേട്ടന്മാരെ വരി, എന്തിനാ സഭയ്ക്ക്, എന്തിനാ ചായ കുടിക്കാനാ? അപ്പോൾ ഇവർ ഇറങ്ങി അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ചായയും ഉണ്ടാവും, ഉള്ളിവട ഉണ്ടാവും. അപ്പോൾ സാബു അവിടെ ഇരുന്നിട്ട് ഇത് എവിടുന്നാ നിങ്ങൾ വീട്ടിലുണ്ടാക്കി? അല്ല അമ്മ അതാ അപ്പോറുണ്ട് ഒരു ചായപ്പീടി അവിടെ നിന്ന് മേടിച്ചോണ്ടാന്ന്. ഞങ്ങൾ ചോറൊക്കെ പള്ളറച്ചും തിന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടേനിന്നറിയും സാബു. അപ്പോൾ ഒരു ആയിക്കോട്ടെ, ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരു ചായയൊക്കെ കഴിക്കാമല്ലോ. ഓ അതിനിപ്പോൾ എന്താണെന്നറിയാം. അങ്ങനെ എന്നാൽ പിന്നെ ആ ചായ അങ്ങോട്ട് എടുത്തു ഓനങ്ങോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ പെണ്ണ് ചായ എടുത്തങ്ങാണ്ട് വേണുവിന് അങ്ങോട്ട് കൊടുക്കുക. കൊടുത്ത ഉടനെ സാബു പറയാം, എന്നാൽ പിന്നെ പറ്റിയോ വേണു കണക്ക് നോക്കി. എപ്പടി ഓള് സാബുവിനെ നോക്കൂ, വേണുവിനെ നോക്കൂ. വേണുണെങ്കിൽ എന്തോ ഒരു ഇളിഞ്ഞ പോലെ ഓളങ്ങനെ നോക്കൂ. എടാ ഒന്നും മിണ്ടല്ലടാ. അപ്പോൾ പറയും ഓ അങ്ങനെ വെറുതെ തമാശ പറയണം കേട്ടോ. ആ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് തമാശയൊക്കെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഓള് ചായ എടുത്ത് സാബുവിന് കൊടുത്ത് അങ്ങനെ ഒരു ഉള്ളിവടയും ചായയൊക്കെ തിന്ന്. അങ്ങനെ ഒരച്ഛൻ വന്നപ്പോൾ അച്ഛനോട് പറയും, പിന്നെ അമ്മ പറയും മോനെ എങ്ങനെയാണോ അല്ലെ വാസുവിന് വയ്യല്ല, ആയിക്കോട്ടെ നിങ്ങൾ പൊയ്ക്കോളി, പിന്നെ ഡ്രസ്സ് കൊടുത്തോളി. അപ്പോൾ ഏട്ടനോ ഇന്ന് ഇവിടെ ഒരു പാർട്ടി ഇല്ല, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നോണ്ട്, എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ അങ്ങോട്ട് പോകുന്നോണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കഴിച്ചോളാം. പിന്നെ പെണ്ണ് അവിടെ ഒറ്റയ്ക്കല്ലേ, അവളെ ആങ്ങളെയാണ്, പിന്നെ ഏടത്തിൻ്റെ മോനാണ്, ഇവളെ ചേച്ചി ഒറ്റ മോളുള്ളൂ അമ്മയ്ക്ക്. അങ്ങനെ പിന്നെ അച്ഛൻ അത്തേക്ക് പോകും, അമ്മ അത്തേക്ക് പോകും. പെണ്ണ് പ്ലേറ്റ് എടുക്കാൻ വന്നപ്പോൾ പിന്നെ സാബർ എടി പെണ്ണെ എൻ്റെ ഡ്രസ്സ് കുറച്ച് ഒന്നായിട്ട് എടുത്തച്ചോട്ടോ. അപ്പോഴേക്ക് എന്തിനാ ഇന്ന് നിങ്ങളെ വന്നാൽ ഇപ്പോഴൊന്നും ഈ പിന്നെ പോരലുണ്ടാവില്ല. എന്താ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ, കല്യാണപ്പുരയിൽ ആൾ വേണ്ടേ. പിന്നെ അപ്പം കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചാൽ അവിടെ ഒരു വേളൂരി പോലത്തെ പെണ്ണ, അതിൻ്റെ ഡ്രസ്സൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ എന്നറിയാം. അപ്പോൾ അറിയാം അങ്ങനെയാ വേണേട്ടാ. അപ്പോൾ ഓനെന്താ പറയണ്ടേ അറിയില്ല. അപ്പോൾ ഓനോട് ചോദിക്കണ്ട, ഓൻ പറഞ്ഞ അന്നെ ഒരു മാസം നിർത്തണം എന്ന് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞത്. പെണ്ണറിൻ്റെ ഡ്രസ്സൊക്കെ അവിടെ അടിക്കാൻ കൊടുത്തേക്ക് അവിടെ വീട്ടിൻ്റെ അടുത്ത്. ഞാൻ അച്ഛൻ്റെ കൂടെ പിന്നെ വന്നോളൂ, എന്നാൽ പോയി ഒക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്ന് പറയും. അപ്പോൾ ഇല്ല അടിച്ചാൽ കിട്ടൂല, ഞാൻ ഇന്ന് പളവൊക്കെ കൊടുത്ത് വരുന്ന വയ്യ, എന്നാൽ പിന്നെ ഞങ്ങൾ വന്ന് വാങ്ങിക്കൊണ്ടുവന്നോണ്ട് കേട്ടോ കണക്ക് ഡ്രസ്സ് വേഗം പാക്ക് ചെയ്തോടെ ആരും നിൽക്കണില്ല, എൻ്റെ അച്ഛനും അമ്മയൊന്നും നിൽക്കില്ല. ആണോ എന്നാ പോയി പൊച്ചു വയ്ക്കട്ടെ. അങ്ങനെ വരും വെട്ടും കിടക്കൊക്കെ എടുത്തില്ല, എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത്. അങ്ങനെ പെണ്ണിന് ഈ 2 ആൺകുട്ടികളെ സംസാരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. ആ നാട്ടിലൊന്നും ആൺകുട്ടികളൊന്നും അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കാറിലൊക്കെ കയറി ഇരുന്നപ്പോൾ ഇനി വരെ തമാശയും കാര്യമൊക്കെ കേട്ടപ്പോഴത്തേന് നല്ല രസമായി. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. ആ ഒരുപാടായി നമ്മളെ ശാലിണ്ടാവും ഭദ്രകാളിൻ്റെ വയലിൽ നിൽക്കണ കാറ് വന്ന് ഇവരങ്ങോട്ട് ഇറങ്ങുമ്പോണ്ടാവും സാവ് ഇങ്ങനെ നോക്കുക. അപ്പോൾ പിന്നെ ശാലിനി നല്ല കലി കൊണ്ട
ഭദ്രകാളി ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കഥ അവിടെ വെച്ച് നിർത്തട്ടോ. ഇനിയുള്ള ഒരു എപ്പിസോഡ് മുടക്കണ്ട. കല്യാണം വന്ന് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മളെ കഥ കൊണ്ടുപോവാണ് നമ്മളെ സാബുമ്മ. ലവ് യു. എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. കഥ കുറേ നീണ്ട് കണ്ടോളുണ്ട്.